ഹായ് ഗൈസ്. സോ ഇപ്പോൾ നമ്മുടെ ലോഗിൻ മ്യൂട്ടേഷൻ സക്സസ്ഫുള്ളി വർക്ക് ആവുന്നുണ്ട്. പക്ഷേ ഇൻകറക്റ്റ് ഇമെയിൽ അല്ലെങ്കിൽ ഇൻകറക്റ്റ് പാസ്വേഡ് ഒക്കെ കൊടുക്കുമ്പോൾ നെറ്റ്വർക്ക് ടാഗിൽ ബേസിക്കലി നമുക്കൊരു റെസ്പോൺസ് കിട്ടും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ പാസ്വേഡൊക്കെ തെറ്റായിട്ട് എഴുതി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. കണ്ടോ, ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് നമുക്ക് വരുന്നുണ്ട്. സോ ഈ ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് എന്ന എററാണ് അവർ അയക്കുന്നത്. സോ കൺസോളിൽ നെറ്റ്വർക്ക് ടാബിൽ നമുക്കിത് സെയിം എറർ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ യു ഐയിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല കറണ്ട്. ഓക്കെ, അതായത് യൂസർ നിങ്ങൾ തെറ്റായ ക്രെഡൻഷ്യൽസാണ് കൊടുത്തത്, ഇൻകറക്റ്റ് ക്രെഡൻഷ്യൽസ് കൊടുത്തത് എന്ന ഫീഡ്ബാക്ക് നമുക്ക് യു ഐയിൽ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് എറർ ഒബ്ജക്റ്റ് ബാക്കിൽ നിന്ന് പിടിച്ച് യു ഐയിൽ, അതായത് നമ്മുടെ ഓത്ത് ഫോം എഴുതിയിരിക്കുന്ന ഓത്ത് ഫോമിൽ നമ്മൾ അത് കാണിക്കേണ്ടതുണ്ട്. സോ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത്, വീഡിയോ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പോളോയിൽ എല്ലാ മ്യൂട്ടേഷനിലും പ്രോമിസ് ആണെന്ന് നമുക്കറിയാം. ഓൾറെഡി നമ്മൾ നോക്കി വെച്ചിരുന്നു, നമ്മുടെ എല്ലാ അപ്പോളോയിലും പ്രോമിസ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ പ്രോമിസിൽ അത് സക്സസ് ആയി കഴിഞ്ഞാൽ റിസോൾവ് ഉണ്ടാവും, എറർ ഉണ്ടായാലും എന്താ വെച്ചാൽ റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മ്യൂട്ടേറ്റ് ഇവിടെ ഏരിയയിൽ പ്രോമിസ് ആയതുകൊണ്ട് നമ്മൾ ക്യാച്ച് എന്ന് പറഞ്ഞു എറർ കിട്ടാൻ വേണ്ടിയിട്ട് ക്യാച്ച് നമ്മൾ എഴുതണം. ക്യാച്ചിൽ റെസ്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ തൽക്കാലം ഡീബഗർ ഇടാണ്. എനിക്ക് സ്റ്റോപ്പ് ചെയ്യണം, ഫ്ലോ സ്റ്റോപ്പ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലാക്കണം റസ്സിൽ എന്താണുള്ളത് എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഇവിടെ ക്യാച്ച് മ്യൂട്ടേഷൻ റിജക്റ്റ് ചെയ്യുന്നതിന് കൊണ്ടാണ് നമ്മൾ ഈ റെസ്പോൺസ് ഒബ്ജക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ക്യാച്ച് യൂസ് ചെയ്യുന്നത്. റിജക്റ്റ് ആയി കഴിഞ്ഞാൽ റിസോൾവ് ആയ ഓൾറെഡി പോവും, റിജക്റ്റ് ആയി കഴിഞ്ഞാലാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഡീബഗർ ഉപയോഗിച്ചു. ഡീബഗർ ഉപയോഗിച്ചെന്ന് വെച്ചാൽ ആ ഫ്ലോ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് എറർ ഒബ്ജക്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെക്ക് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്ന് സേവ് ചെയ്തിട്ടുണ്ട്, കമ്പനിയിൽ കറക്റ്റാണ്, സക്സസ്ഫുള്ളി കമ്പനി ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് റീലോഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഒന്ന് ലോഗൗട്ട് ചെയ്തേക്കാം. എന്നിട്ടൊന്ന് റീലോഡ് ചെയ്യാം. ഞാനിവിടെ തെറ്റായ വിവരങ്ങൾ കൊടുക്കണത്. എന്നിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോ ഇവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ഡീബഗറിൽ പോസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫ്ലോ ഇവിടെ പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കൺസോളിൽ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ റെസ് ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റും, കൺസോളിൽ ഒരു ഔട്ട്പുട്ടായിട്ട് നമുക്കിത് കാണുന്നത്. അതെന്ന് വെച്ചാൽ അപ്പോളോ റെസ് ഒബ്ജക്റ്റിൽ GraphQL എറർ മെസ്സേജ് കൊടുത്തിരിക്കണമെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി അപ്പോളോ റെസ്പോൺസിൽ എറർ ലിസ്റ്റ് ഒരു അറേ ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ അത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം, എങ്ങനെ ഒരു അറേ ആയിട്ട് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് res.GraphQL errors എന്ന് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഓരോ ഒബ്ജക്റ്റിലും എന്തുണ്ടാവും, ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും. എന്ത് പ്രോപ്പർട്ടിയാണെന്ന് വെച്ചാൽ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർട്ടി കിടക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന എറർ എന്ന് വെച്ചാൽ ഇൻവാലിഡ് ക്രെഡൻഷ്യൽസ് എന്നത്. അതായത് യൂസറിന് കാണിക്കേണ്ട ആക്ച്വൽ ടെസ്റ്റ് ഇതാണ്. പക്ഷേ ഇതെങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ res.first object.message നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ ഇൻവാലിഡ് ക്രെഡൻഷ്യൽ കിട്ടും. സോ ഇതാണ് ആക്ച്വലി യൂസറിലേക്ക് നമുക്കിത് കാണിക്കേണ്ടത്, ഈ എററാണ് കിട്ടുന്നതെന്നുള്ളത്. സോ മൾട്ടിപ്പിൾ എറേഴ്സ് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മാപ്പ് ഫംഗ്ഷനാണ് ഉപയോഗിക്കാം. ഇത് നമ്മുടെ കയ്യിൽ ഒരു എററുള്ളൂ. ഇപ്പോൾ 2 എറർ ഉണ്ടെങ്കിൽ ഈ അറയിൽ 2 ഒബ്ജക്റ്റ് ഉണ്ടാവും. അപ്പോൾ മൾട്ടിപ്പിൾ എറർ കാണിക്കാനായിട്ട് നമ്മൾ എന്താ വെച്ചാൽ ലൂപ്പ് ചെയ്തിട്ട് അറേ മെത്തേഡ്സ് ആണ് മാപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ, നമുക്ക് തൽക്കാലം അതെങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ ഇവിടെ ഡീബറിനാണ് കോൺസ്റ്റ് എറേഴ്സ് ഈക്വൽ ടു res. ഒബ്ജക്റ്റ് എടുക്കണം, GraphQL errors. എന്നിട്ട് ഞാനിവിടെ ഇത് ഡോട്ട് മാപ്പ് എറർ, എന്നിട്ട് ഞാൻ എറർ ഡോട്ട് മെസ്സേജ് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ഓക്കെ, സോ ഇതിലൂടെ നമുക്ക് എന്താ വെച്ചാൽ ഒരു അറേ ഓഫ് സ്ട്രിങ്സ് ആണ് കിട്ടുന്നുണ്ടാവുക. ആ സ്ട്രിങ്സിലൊക്കെ എന്തുണ്ടാവും എന്ന് വെച്ചാൽ ഈ എറേഴ്സ് ഉണ്ടാവും, കറസ്പോണ്ടിങ്ലി എറർ ഉണ്ടാവും. ഓക്കെ, ഇത് ഫ്യൂച്ചറിൽ നമുക്ക് എഴുതി വയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഫ്യൂച്ചർ പ്രൂഫിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ ബെറ്ററാണ് ആക്ച്വലി. ഓക്കെ, ഇനി എറർ സ്റ്റേറ്റിൽ നിന്ന് ബേസിക്കലി ഈ ചോദ്യം നിങ്ങൾക്ക് ഈ എറേഴ്സ് അതായത് ഓത്ത് ഫോമിലേക്ക് എങ്ങനെ ഈ എറേഴ്സ് നമ്മൾ ഇനി അയക്കും, അതാണ് നമുക്കിനി അടുത്ത ടാസ്ക്.
സോ ഉത്തരം അതിലെന്ന് വെച്ചാൽ കമ്പോണൻറ്റ് ലെവൽ സ്റ്റേറ്റ് ഉപയോഗിക്കണം, അതാണ്. സോ ഈ എറർ നമ്മൾ ഈ ചൈൽഡ് കമ്പോണൻറ്റിലേക്ക് പാസ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് വഴി പാസ് ചെയ്യാം നമുക്ക്. പ്രോപ്സ് സ്റ്റേറ്റ് ഇട്ടിട്ട് പ്രോപ്സ് ആയിട്ട് സ്റ്റേറ്റ് പാസ് ചെയ്യാൻ പറ്റും നമുക്ക്. സോ നമുക്കത് അങ്ങനെ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സോ നമുക്കിപ്പോൾ കറസ്പോണ്ടിങ്ലി കറൻ്റ്ലി നമ്മുടെ ഇതുവരെ വർക്കായിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം ചെയ്യാം, ഇത് എങ്ങനെ പാസ് ചെയ്യും, അടുത്ത സ്റ്റേറ്റിലേക്ക് എങ്ങനെ ഇത് പാസ് ചെയ്യാം എന്നുള്ളത് ഞാനത് അടുത്ത വീഡിയോയിൽ ഗോ ത്രൂ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് എ ലോട്ട്, ബൈ.